വീണ്ടും വാർത്തയിലേക്ക് വരുമ്പോൾ ബി.ജെ.പി. പാലക്കാട് സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെതിരായ വോട്ടിന് നോട്ട് പരാതിയിൽ റിപ്പോർട്ട് പൂർത്തിയായിട്ടില്ലെന്ന് ജില്ലാ കളക്ടർ എം.എസ്. മാധവിക്കുട്ടി. റിപ്പോർട്ട് തയ്യാറായിട്ടില്ല, പക്ഷേ അതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. മിക്കവാറും ഈ ഒരു ആഴ്ചയുടെ അവസാനത്തോടു കൂടി തൊട്ടു മുന്നേ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതായിരിക്കും. മൊഴിയെടുപ്പ് കാൻഡിഡേറ്റിന്റെ മൊഴിയെടുത്തു, പിന്നെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അന്ന് പരാതി തന്നിട്ടുള്ളവരുടെയും മൊഴിയെടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ അതുമായിട്ട് പൈസ കിട്ടി എന്ന് പറയുന്ന ലേഡി, പൈസ കൊടുത്തു എന്നുള്ള അലിഗേഷൻ ഉള്ള ലേഡി, അവരുടെയും മൊഴിയെടുത്തിട്ടുണ്ടായിരുന്നു. പരാതിയിൽ ശോഭയുടെ മൊഴിയെടുത്തു. പണം നൽകിയെന്നാരോപിച്ച വയോധികയുടെയും മൊഴിയെടുത്തുവെന്ന് മാധവിക്കുട്ടി പറഞ്ഞു. കേസിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഈ ആഴ്ച റിപ്പോർട്ട് സമർപ്പിക്കും. ജില്ലയിൽ കനത്ത ചൂട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. അതുകാരണം കായിക വിദ്യാഭ്യാസം പാടില്ല എന്ന തീരുമാനമുണ്ട്. അംഗൻവാടികളിൽ നിയന്ത്രണമില്ല. എന്നാൽ അംഗൻവാടികളിൽ കുട്ടികളെ അയക്കണോ എന്നത് മാതാപിതാക്കൾക്ക് തീരുമാനിക്കാം. കാരണം അംഗൻവാടികൾ എപ്പോഴും നമ്മൾ കുട്ടികളെ വിടുക എന്നുള്ളത് മാതാപിതാക്കളുടെയും കൂടെ ഒരു ചോയ്സ് ആയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. കാരണം മറ്റൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഇപ്പം തണലത്ത് നിന്ന് വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒരു റെസ്ട്രിക്ഷൻസും ഇപ്പോൾ സ്റ്റേറ്റിന്റെ സൈഡിൽ നിന്നാണെങ്കിലും കൊണ്ടുവന്നിട്ടില്ല, നമ്മളുടെ ഇവിടെ നിന്നാണെങ്കിലും കൊണ്ടുവന്നിട്ടില്ല. അപ്പം നമ്മുടെ അംഗൻവാടിയിൽ വരുന്ന കുട്ടികളെന്ന് പറയുന്നത് കുറേ പേരെങ്കിലും തൊഴിലുറപ്പിന് പോകുന്ന ആൾക്കാരുടെ മക്കളൊക്കെ വരുന്നുണ്ട്. അപ്പം അവർ വീട്ടിൽ നിന്ന് അവർക്ക് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അംഗൻവാടികൾക്ക് കൊടുക്കാത്തത്. നിയന്ത്രണമില്ല, അംഗൻവാടികൾക്ക് നിയന്ത്രണമില്ല. അംഗൻവാടികൾക്ക് ഇപ്പം അതെപ്പോഴും പേരൻസിന്റെ ചോയ്സ് ആണല്ലോ. അംഗൻവാടികളിൽ വിടാതിരിക്കാം, കുട്ടികളെ വിടാതിരിക്കണമെങ്കിൽ പേരൻസിന് അത് ചെയ്യാം. മാറ്റിവെക്കാനാവാത്ത പരീക്ഷകളുണ്ടെങ്കിൽ ചൂടിനെ അതിജീവിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയ ശേഷം നടത്താമെന്നും കലക്ടർ വ്യക്തമാക്കി. UTV ന്യൂസ്, പാലക്കാട്.